ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലെയുള്ള കലാപരിപാടികളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കണക്ക് തന്നെ ചായ ഇട്ടു, ചോറ് വെച്ചു, പിള്ളേർ കൊണ്ടുപോകാനൊക്കെ ആക്കി. തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് വളരെ വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം വലിയൊരു മടി പിടിച്ച ദിവസമാണത്. ശനി ഞായർ അവധിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞായറാഴ്ച ഒരു ദിവസമാണെങ്കിൽ ഇച്ചിരിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ശനി ഞായറും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്ക. 2 ദിവസം രാവിലെ എഴുന്നേൽക്കാതെ നല്ല മൂടി പുതച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ തിങ്കളാഴ്ച കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്ന വലിയ പാടാണ്. പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യവും കഥയും ഇല്ല. അവരെ വഴക്ക് പറയും, രാവിലെ എണീക്കുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ കാര്യം അതിനേക്കാളും മോശമാണ്. ശരി, എന്തോരം സാരമില്ല. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു, തുണിയെല്ലാം കഴുകാനുണ്ടായിരുന്നു, എല്ലാം വാരിപ്പറക്കിയിട്ടിട്ടുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനേ തുടങ്ങിയത്. ഇന്ന് വീഡിയോ എടുക്കണമെന്നൊരു ഉദ്ദേശം ഇല്ലായിരുന്നു. പിന്നെ ശരി എന്നും പറഞ്ഞ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുളിക്കുളമ്പാണ് വയ്ക്കുന്നത്. പുളിക്കുളമ്പ് അത് പല കായ്കറികളിട്ട് പുളിക്കുളമ്പ് വയ്ക്കും. അതിന് ബേസിക്കായിട്ട് വേണ്ടത് ഉള്ളി, തക്കാളി, ഒരു കത്തിരിക്കയും കൂടെ വഴുതനയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിക്കുളമ്പ് റെഡിയാവും. അതിനകത്ത് നമ്മൾ പരിപ്പിട്ട് പുളിക്കുളമ്പ് വയ്ക്കും, വെണ്ടക്കായ ഇട്ട് വയ്ക്കും, കത്തിരിക്ക മാത്രം ഇട്ട് വയ്ക്കും, മുരിങ്ങക്കായ മാത്രം ഇട്ട് വയ്ക്കും. അങ്ങനെ വെറൈറ്റി പുളിക്കുളമ്പുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ മനുഷ്യൻ അത് തിന്നത്തേ ഇല്ല. അങ്ങാർക്ക് ഈ പുളിക്കുളമ്പ് കണ്ടുകൂടാ. തമിഴ്നാട്ടിലാണ് ജനിച്ച് വളർന്നത് മൊത്തം തമിഴ്നാട്ടിലാണ്. എന്നിട്ടും പുളിക്കുളമ്പ് മനുഷ്യന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ കൂട്ടാൻ വയ്ക്കുന്നത്? ആഴ്ച 2 ദിവസം സാമ്പാർ വെച്ച് തള്ളും. ശരി, എന്തോ ആയിട്ട് പോട്ട്, നമ്മൾ വച്ചേല പറ്റത്തുള്ളൂ. പിള്ളേർക്കെങ്കിലും ഇന്ന് കൊടുത്തുവിടാം. നമ്മൾ പുള്ളിക്കാരൻ ഇന്ന് രാവിലെ പോകുന്നുണ്ട്. രാവിലെ കുറച്ചുകൊണ്ട് ഉപ്പുമാവ് കിണ്ടി വെച്ച് ചേട്ടന് മാത്രം. പിന്നെ ബാക്കി എല്ലാവർക്കും, കൊച്ചുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പുളിക്കുളമ്പും ഉരുളക്കിഴങ്ങ് റെഡിയാക്കി അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്കയും കൂടെ റെഡിയാക്കുവാന്ന്. കോവയ്ക്ക കൊണ്ടുവന്ന് കാണിച്ചത് കണ്ടോ? കോവയ്ക്കയും കൂടെ റെഡിയാക്കുവാണെങ്കിൽ രാവിലെ നമ്മുടെ ഇന്നത്തെ ഫുൾ ഭക്ഷണം ഇതിനകത്തങ്ങ് തീർക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ചാനലാണെന്നും പറഞ്ഞ് അറച്ച് നിൽക്കേണ്ട, മടിച്ച് നിൽക്കാതെ മുന്നോട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്തോണം. നമ്മുടെ വീഡിയോ കണ്ട് ഒരു ശകലമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വീട്ടമ്മയുടെ രാവിലത്തെ സ്കൂളിൽ അയക്കുന്നതിൻ്റെ പരപരപ്പ് ജോലികളാണിത്. ഇങ്ങനെയൊക്കെ മിക്കവാറും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ രാവിലെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ 2-3 പ്രാവശ്യം 6:30ക്ക് മേലെ ഇതുങ്ങളെ പോയി വിളിച്ച് ഉരുട്ടി വിളിച്ചാലേ ഒരു 7 മണിക്കൊക്കെ എണീറ്റ് വരത്തുള്ളൂ. അതിൽ 2-3 പ്രാവശ്യം നമ്മൾ പോയി വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം നമുക്കത് വേസ്റ്റായിട്ട് പോകും. തേങ്ങ തീർന്നു പോയി. പിന്നെ ഒരു തേങ്ങ എടുത്ത് ഉടയ്ക്കണം. തേങ്ങ ഉടയ്ക്കുമ്പോൾ പയ്യെ തട്ടി മുട്ടി കുഞ്ഞായിട്ട് തട്ടി അതിന് നോവാത്ത കണക്ക് ഉടച്ചെടുക്കുന്ന എനിക്കൊരു വലിയ ഇഷ്ടമുള്ള കാര്യം. തേങ്ങാ വെള്ളം കുടിച്ച് പിന്നെ അത് കളയണ്ടല്ലോ, ഒന്ന് എനർജി ഒന്ന് ബൂസ്റ്റ് ആവട്ടെ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ റൗണ്ടായിട്ട് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നല്ലതാണ്. പണ്ട് പോലെ കേട്ടിട്ടുള്ളതാണ്. തേങ്ങാമുറി 2 നല്ല നീറ്റായിട്ട് വരുവാണെങ്കിൽ, അയ്യോ എൻ്റെ കൊച്ച് ജെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂന്നും പറഞ്ഞ് ഓടിപ്പോക്കളഞ്ഞ് തോർത്ത് വെച്ച് എടുത്ത് മറച്ചിട്ട് പാവം. ശരി, അതിനെ എന്തെങ്കിലും റെഡിയാക്കാം. അങ്ങനെ തേങ്ങ സൂപ്പറായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ദിവസം നല്ല സൂപ്പർ ദിവസമാണ്. അങ്ങനെ പിന്നെന്തുവാ, കോവയ്ക്കയും കൂടെ അരിഞ്ഞ് തേങ്ങ നമ്മളിവിടെ തേങ്ങ തിരുമത്തില്ല കേട്ടോ. ചിരവ ഇവിടെ ഉപയോഗിക്കാറില്ല, മിക്കവാറും ആരും ഉപയോഗിക്കാറില്ല. ഞാൻ വന്ന അന്ന് മുതൽ തേങ്ങ പൊട്ടിക്കുക, പൂളി നമ്മൾ ഇറച്ചിക്ക് പൂളി അരിയത്തില്ല, അതുപോലെ ഇച്ചിരി വലിയ പീസായിട്ട് അരിയുക, എടുത്ത് മിക്സിക്കകത്തിട്ട് ഒരു കറക്കുക. അപ്പോൾ അവിടുത്തെ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്കൂൾ പരിപാടിക്ക് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അവർക്ക് കോവയ്ക്ക വേണ്ടാത്തതുകൊണ്ട് ഇത് മാത്രം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ രാവിലത്തെ ജോലികൾ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു ഫ്രണ്ട്സ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.